മുണ്ടകളെ പറ്റിക്കുവാൻ വെള്ളാരങ്കല്ല് കച്ചവടവുമായി ഇതാ അടുത്ത പാതിരിപ്പാമ്പ്. മുണ്ണക്കുഞ്ഞാടുകളെ പറ്റിക്കുവാൻ കാലാകാലങ്ങളായി പലതരം തട്ടിപ്പുകൾ നടത്താറുണ്ട്. ബ്ലസ്ഡ് പ്രോഡക്റ്റ് എന്ന പേരിൽ പല പല സാധനങ്ങൾ ഇവർ മുണ്ണകളെ കൊണ്ട് കാശ് കൊടുത്ത് വാങ്ങിപ്പിക്കുന്നു. മൈലാപ്പൂരിലെ മണ്ണ്, അൽഫോൻസാമയുടെ ചെരുപ്പ്, വിശുദ്ധന്മാരുടെ രോമം, നഖം, പുതച്ച പുതപ്പ്, കിടന്ന പാ, കുത്തി നടന്ന വടി, ഇരുന്ന് അപ്പിയിട്ട ക്ലോസറ്റ് എന്നു വേണ്ട വിശുദ്ധന്മാരുടെ മൂലക്കുരു വരെ ഇവന്മാർ കച്ചവടം അടിച്ചു കഴിഞ്ഞു. ഇനി എന്നാ പുട്ടെടുത്ത് കച്ചവടം അടിക്കണം എന്നോർത്ത് ഇരിക്കുമ്പോഴാണ് ആലപ്പുഴയിൽ പണ്ട് കക്ക വാരിക്കൊണ്ട് നടന്ന ഒരു പയല് പാതിരിപ്പണിക്കാരനായത്. ലവന്റെ മൂളയിൽ ഉദിച്ച ആശയമായിരുന്നു ഉടമ്പടി എടുപ്പീര്. സ്ത്രീകളെ കൊണ്ട് ഉടമ്പടി എടുപ്പീര്. കുറുവാസന മാതാവിന്റെ അടുക്കൽ പോയി ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്നും കൊടുക്കുന്ന പരസ്യപത്രം കാശ് കൊടുത്ത് മേടിച്ചുകൊണ്ട് നാടുനീളെ വിതരണം ചെയ്താൽ, അവർ നൽകുന്ന ഉപ്പ് വാരി അണ്ണാക്കിലിട്ടാൽ, എണ്ണ ദേഹമാസകലം വാരി പൂശിയാൽ, മെഴുകുതിരി കത്തിച്ച് കിടന്നാൽ ഉദ്ദിഷ്ടകാര്യം സാധിക്കും പോലും. ഇന്ന് കത്തോലിക്ക സഭയുടെ കീഴിലുള്ള ധ്യാനകൂർക്കന്മാർ കച്ചവടമില്ലാതെ കുനിഞ്ഞ് കീഴോട്ട് നോക്കിയിരിക്കുമ്പോൾ ആകെ ലാഭകരമായി പോകുന്നത് കുറുവാസനത്തിലെ പെണ്ണുങ്ങൾ പറ്റിക്കൽ പരിപാടി മാത്രമാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഇതാ ക്രിസ്മസ് എടുക്കാറായപ്പോൾ അടുത്ത ഉടായ്പുമായി മാണ്ഡ്യ രൂപതയിലെ ഒരു തീവട്ടിപ്പാതിരി ഇതാ കളത്തിലിറങ്ങിക്കഴിഞ്ഞു. പുതിയ പദ്ധതി എന്ന് പറയുന്നത് വെള്ളാരങ്കല്ല് കച്ചവടവുമാണ്. തോട്ടിൽ നിന്നും വാരിക്കൊണ്ടുവരുന്ന വെള്ളാരങ്കല്ല് മുണ്ണകളെ കൊണ്ട് എങ്ങനെയാണ് കാശ് കൊടുത്ത് മേടിപ്പിക്കുന്നത് എന്ന് കാണുക. ഒരു ചെറിയ വെള്ളാരങ്കല്ലിന് അധികം വിലയൊന്നുമില്ല, വെറും 5000 രൂപയേ ഉള്ളൂ കേട്ടോ. കല്ലിൻ്റെ പിന്നിലുള്ള ആ മുടിഞ്ഞ തിയോളജിയാണ് നാം ചെവി തുറന്ന് കേൾക്കേണ്ടുന്നത്. അത് കേൾക്കുകയും കാണുകയും ചെയ്തിട്ട് ബാക്കി പറയാം. ജനതകൾ പലവരും ചൊല്ലിയിടും ആവേ മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ. എൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ, ലോകത്തിലെ തന്നെ ആദ്യത്തെ ഒരു സ്പെഷ്യൽ ദേവാലയത്തിൽ നിന്നാണ് ഞാൻ ഇത് സംപ്രേഷണം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. കഥ പറയുന്ന കല്ലുകളുടെ ദേവാലയം, കർത്താവിനോട് കഥ പറയുന്ന കല്ലുകളുടെ ലോകത്തിലെ ആദ്യത്തെ ദേവാലയമാണ് കകദാസപുര ബസവനഗർ സെൻറ് മേരീസ് ദേവാലയം. ഞാൻ മുമ്പ് നിങ്ങൾക്ക് അയച്ചിരുന്ന ഒരു വീഡിയോയിൽ വ്യത്യസ്തമായിട്ട് ഇന്ന് ആദ്യത്തെ കുർബാനയ്ക്ക് ശേഷം വെഞ്ചിരിച്ച കല്ലുകളാണിത്. വെഞ്ചിരിച്ചു വെച്ച കല്ലുകളാണ്. ദൈവവചനം ആരുടെ അടുത്തേക്ക് വരുന്നുവോ അവരെ ദൈവങ്ങൾ എന്ന് വിളിച്ചു എന്ന് യോഹന്നാൻ ശ്ലീഹ തന്റെ സുവിശേഷത്തിൽ 8-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. ഇത് ദൈവവചനത്തിന്റെ ഒരു പ്രതീകമാണ്. കർത്താവിന്റെ പാദാന്തത്തിൽ ഇരുന്ന് കഥ പറയുന്ന മഗ്ദലേന മറിയം, കർത്താവിന്റെ ബലിപീഠത്തിൽ കൂടുകൂട്ടുന്ന കുരുകിൽ പക്ഷി പോലെ നമുക്കൊക്കെ ജീവിതത്തിൽ കർത്താവിൻ്റെ ബലിപീഠത്തോട് കൂടുകൂട്ടാൻ കിട്ടുന്ന ഏറ്റവും വലിയ സുവർണാവസരമാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും കിട്ടാത്ത ഒരു സമ്മാനമാണ് ഈ ഇടവക നിങ്ങൾക്ക് വേണ്ടി പ്രോമിസ് ചെയ്യുന്നത്. കർത്താവിൻ്റെ ബലിയർപ്പിക്കുന്ന മധുബഹായിലെ എല്ലാ ദിവസവും 2 കുർബാനകൾ, ഞായറാഴ്ചകൾ 3 കുർബാനകൾ എത്തിക്കുന്ന ദേവാലയത്തിലെ മധുബഹായിലെ ബലിപീഠത്തിന് താഴെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ജീവിതത്തിൻ്റെ വ്യതകളും സ്പന്ദനങ്ങളും സന്തോഷങ്ങളും ആകുലതകളും പറുക്കി പറഞ്ഞ് കർത്താവിനോട് കഥ പറയാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കല്ലുകളെങ്കിലും നിങ്ങൾ ഈ ബലിപീഠത്തിന് താഴെ നിക്ഷേപിക്കണം.
ഇന്ന് ഇത് വെഞ്ചരിച്ചു. താല്പര്യമുള്ളവർക്ക് അത് ഇവിടെ വന്ന് ഇത് കളക്ട് ചെയ്യാം. വിദേശങ്ങളിലുള്ളവരോ അകലങ്ങളിലുള്ളവർക്കോ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി ഈ കല്ലുകളെ പ്രാർത്ഥിച്ച് നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് ജനുവരി 19 ഈ ഇടവകയുടെ ദശാബ്ദി വർഷത്തിലെ തിരുനാളിൻ്റെ അന്ന് ഞായറാഴ്ച രാവിലെ 8 മണി മുതൽ 4 മണി വരെ സമയത്ത് ഈ കല്ലുകൾ നിങ്ങളുടെ പേരുകൾ എഴുതി നിങ്ങളുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ആ ബലിപീഠത്തിന് താഴെ കൊണ്ടിടാവുന്നതാണ്. ഇനി 5 വർഷം കഴിയുമ്പോഴാണ് ഈ ദേവാലയത്തിലെ മധുബഹായിലെ ബലിപീഠത്തിന് താഴെയുള്ള ഈ കല്ലുകൾ നിക്ഷേപിക്കുന്ന ആ ബോക്സ് തുറക്കുക. ഇത് പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് നിയോഗം വയ്ക്കാം, മരിച്ചുപോയവരെ ഓർമ്മിക്കാൻ. എല്ലാ ദിവസവും നിങ്ങൾ നിത്യകുർബാനയെക്കുറിച്ച് കേട്ടിട്ടില്ലേ? ഈ കല്ലുകളിട്ട് കുർബാന ചെല്ലാനായിട്ട് നിങ്ങളുടെ എല്ലാ ദിവസവും കുർബാനയിൽ പങ്കെടുക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി കുർബാന. അതുപോലെ തന്നെ പുതുതായിട്ട് ജനിച്ച കുട്ടികൾ, വിവാഹം കഴിക്കുന്നവർ, അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞിട്ട് കുട്ടികളുണ്ടാകാത്ത നിയോഗത്തിന് വേണ്ടി, അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യസാധ്യത്തിന് വേണ്ടി കർത്താവിനോട് നിങ്ങളുടെ എല്ലാ കഥകളും പങ്കുവെച്ച് കർത്താവിന് മുമ്പിലിരുന്ന് ഓരോ നിമിഷവും ഇങ്ങനെ കുറുകുന്ന കുരുകിൽ പക്ഷി പോലെ ആയിത്തീരാൻ നിങ്ങൾക്ക് വേണ്ടി ഇടവ സമ്മാനിക്കുകയാണ് കഥ പറയുന്ന കല്ലുകൾ. ഇത് ലോകത്തിലെ ആദ്യത്തെ സംഭവമാണ്. ഇതിനൊരു ധർമ്മം നമ്മൾ വെച്ചിട്ടുണ്ട്. പക്ഷെ അത് കിട്ടിയാലായി ഈ കല്ല് കൊടുക്കുന്നൊന്നുമില്ല. അത് നിങ്ങളുടെ സാക്രിഫൈസിൻ്റെ ഭാഗമായ ഒരു ധർമ്മമായിട്ട് വെച്ചിരിക്കുന്ന ഒരു 5000 രൂപയാണ്. അതാണ് പൊതുയോഗം തീരുമാനിച്ചിരിക്കുന്ന തുക. ഇനി അതില്ലെങ്കിൽ ഞങ്ങൾ തരും. കാശ് തന്നിട്ടേ കല്ല് തരുമൊന്നുമില്ല. കല്ലുകൾ നിങ്ങൾക്ക് തരും. കാശ് നിങ്ങൾക്ക് ഉള്ളപ്പോൾ കൊടുക്കാം. പണ്ടൊക്കെ അമ്മ നിത്യകുർബാനയ്ക്ക് വേണ്ടി തീക്ഷ്ണമായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു കാലഘട്ടമൊക്കെ ചെറുപ്പത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അന്ന് അടയ്ക്കാൻ പണമില്ലായിരുന്നു. എല്ലാ നേരവും കർത്താവിനോട് കുറുങ്ങുന്ന ഈ കല്ലുകൾ നിക്ഷേപിക്കാൻ നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യാണ്. ഇന്നു മുതൽ ജനുവരി 19 വരെ നിങ്ങൾക്ക് ഈ കല്ലുകൾ അവൈലബിൾ ആകും. നിങ്ങൾക്ക് തന്നെ ഇവിടെ കൊണ്ടുവന്ന് ദേവാലയത്തിൽ ബലിപീഠത്തിൽ നിക്ഷേപിക്കാവുന്നതാണ്. കേട്ടല്ലോ, രൊക്കം കാശ് കൊടുക്കാനില്ലാത്തവർക്ക് കടം പറയാം, കാശ് കിട്ടുമ്പോൾ കൊടുത്താൽ മതി എന്ന്. ദൈവത്തിനാരും അധികം ദിവസം കടമിടില്ല എന്ന് ഇവന്മാർക്ക് നന്നായി അറിയാം. ഇനി ഇവന്മാർ കല്ലിന് EMI വരെ കൊടുക്കാൻ സാധ്യതയുണ്ട്. പാതിരിപ്പാമ്പേ, ഈ വലിപ്പീര് പരിപാടി നിന്നെ സെമിനാരിയിൽ പഠിപ്പിച്ചതാണോ അതോ നിന്റെ അപ്പനെ കണ്ട് പഠിച്ചതാണോ എന്നാണ് ഞങ്ങൾക്കറിയേണ്ടുന്നത്. സംശയം കൊണ്ട് ചോദിച്ചാൽ കേട്ടോ. ഈ മോന്മാരെ നിലയ്ക്ക് നിർത്തുവാൻ ഈ രാജ്യത്ത് നിയമമൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കുക. ചിലപ്പോൾ മതവികാരം വ്രണപ്പെടുത്തി എന്ന് പറഞ്ഞ് എന്നെ പിടിച്ച് തൂക്കിക്കൊല്ലാൻ വരെ സാധ്യതയുണ്ട്. ഒരു ചാക്ക് വെള്ളാരങ്കല്ല് വാങ്ങി ഇവന്റെ നെഞ്ചത്ത് വെക്കുവാൻ താല്പര്യമുള്ളവർക്ക് വിളിക്കാവുന്നതാണ്. അതുപോലെ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്നാ പുട്ടാ തോന്നുന്നത് എന്നും ഞങ്ങളെ വിളിച്ചറിയിക്കാവുന്നതാണ്. അതുപോലെ ഉണ്ണീശോയ്ക്ക് ഒരു സ്നഗി എന്ന പദ്ധതിയിലേക്ക് ആളൊന്നിന് ഒരു 150 ഉറുപ്പിക എന്ന പദ്ധതി പ്രകാരം പണം നൽകുവാൻ കവർ എല്ലാ വീടുകളിലും കരോൾ വരുമ്പോൾ കൊടുത്തുവിടുന്നുണ്ട്. അതൊന്ന് മിന്നിച്ചേക്കണേ. ക്രിസ്മസിന്റെ പല പരിപാടികളും അത് പ്രതീക്ഷിച്ചാണ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.